ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ടിനെ കുറിച്ചാണ്. സാധാരണ പ്രിൻസസ് കട്ട് അടിക്കുമ്പോൾ അവരത് സൈഡിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെയാണ് അതവർ ചേർക്കാറ്. പക്ഷെ ഞാൻ വിപരീതമായി അത് നിങ്ങളെ പഠിപ്പിക്കാന് നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ എങ്ങനെ പ്രിൻസസ് കട്ട് അടിച്ചെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കണ്ടോ, ഇതാണ് ഒരു തുണി എടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിന്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് അടിക്കുന്നതും കട്ട് ചെയ്യാതെ അടിക്കുന്നതും എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അടിച്ചു നോക്കാം. ഇത് ആദ്യമായി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ അറിയാം, ചിലവരൊക്കെ എങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. കണ്ടോ, ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അടിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെഷീനിൽ വെച്ച് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അടിക്കാൻ പോവാണ്. എല്ലാവരും കണ്ടോ കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ നേരത്തെ എടുത്തപ്പോഴത്തേക്ക് കട്ട് ചെയ്തപ്പോൾ എത്രയാണ് അതിന് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഏറ്റക്കുറിച്ചുകൾ കാണുന്നുണ്ടോ? കണ്ടോ, ഏറ്റക്കുറിച്ചുകൾ കാണും. പക്ഷെ നമ്മൾ കട്ട് ചെയ്യാതെ അടിക്കുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇനി നമുക്ക് കട്ട് ചെയ്യാതെ നമുക്ക് അടിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോക്ക് വെച്ച് ഇങ്ങനെ വര കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുക. ചെറിയൊരു അടയാളത്തിന് വേണ്ടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കും. കണ്ടല്ലോ, നമ്മളൊരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കും. ഇനി അത് നമുക്ക് അടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കിക്കോളൂ, നമ്മൾ കട്ട് ചെയ്യാതെ അടിച്ചപ്പോൾ അതിന് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. കട്ട് ചെയ്ത് അടിച്ചതും കട്ട് ചെയ്യാതെ അടിച്ചതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു ദിവസം മറ്റൊരു മോഡലുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ see you.